اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قالوا يا شعيب أصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء إنك لأنت الحليم الرشيد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ധാരാളക്കണക്കിന് വചനങ്ങൾ പ്രവാചകന്മാരെ കുറിച്ച് പറയാൻ വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സൂറത്തുൽ അംബിയ ഉണ്ട്. അംബിയ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച്, അതേപോലെ തന്നെ യൂനുസ് നബി, ഹൂദ് നബി, യൂസുഫ് നബി, മുഹമ്മദ് നബി സ്വലാമെ കുറിച്ചൊക്കെ അധ്യായങ്ങളുണ്ട് ഖുർആൻ. അപ്പോൾ ഇത്രയും അധികം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്രയോജനം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാം, എപ്പോഴും നന്മകൾക്കുള്ള പ്രചോദനവും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രേരണയും ഈ പ്രവാചക കഥകൾ, ചരിത്രങ്ങൾ നമുക്കേറെ നൽകുന്നു. ധാരാളം പാഠങ്ങളുണ്ട്. മാത്രവുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, ഒരിക്കൽ പോലും ഒരു വേദഗ്രന്ഥം വായിച്ചിട്ടില്ലാത്ത, ഒരു വേദ പുരോഹിതനെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നത്. ഈ ചരിത്രങ്ങൾ ഇതുപോലെ തന്നെ ബൈബിളിൽ, തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ വന്നിട്ടുണ്ട്, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ. അതൊക്കെ എങ്ങനെ ഒരുപോലെ ആയത്? ഒരേ അള്ളാഹുവിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ആ കഥകൾക്കും ചരിത്രങ്ങൾക്കൊക്കെ പരസ്പരമുള്ള ബന്ധമുണ്ട്, സാദൃശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ ഈ ചരിത്രങ്ങൾക്ക് പറ്റും. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. ഇവരെല്ലാം അള്ളാഹു സന്മാർഗത്തിലാക്കിയതാണ്. ആ സന്മാർഗത്തെ നമ്മൾ പിൻപറ്റണമെന്നുള്ള കൽപ്പനയാണ് നമുക്കെല്ലാവർക്കും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ചരിത്രങ്ങൾ നമ്മൾ അറിയുകയും ആ ചരിത്രങ്ങളിലൂടെ ധാരാളം ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും വേണം. ഒരുപക്ഷെ പ്രവാചകന്മാരുടെ സത്യത സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർക്കൊക്കെ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി നമുക്കറിയാം. അതേപോലെ തന്നെ കക്ഷത്ത് കൈവച്ചാൽ തഖ്റുജു ബൈളാഅ മിൻ ഗൈരി സൂഇൻ, അതിങ്ങനെ പ്രകാശിക്കുന്ന, വെട്ടിത്തിളങ്ങുന്ന പ്രകാശം. ധാരാളം സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഒട്ടകം. എല്ലാ പ്രവാചകന്മാർക്കും അമാനുഷികമായ അത്ഭുതമായ തെളിവുകൾ അവർ അള്ളാഹുവാൽ നിയോഗിക്കപ്പെട്ടവരാണെന്നതിന് നൽകിയിട്ടുണ്ട്. എന്നാൽ
അതിനേക്കാളുമെല്ലാം ഇന്ന് നമുക്ക് പറയാനാവില്ലെങ്കിലും ഏറ്റവും വലിയൊരു തെളിവാണ് ഈ പ്രവാചകന്മാരൊക്കെ ജീവിച്ചത് അവരുടെ സമുദായത്തിലും അവരുടെ കുടുംബങ്ങളിലും അവരുടെ നാട്ടിലുമാണ്. അഹാഹും ഹൂദൻ, അവരുടെ സഹോദരൻ ഹൂദിനെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു, വമാ സാഹിബുക്കും ബിമജ്നൂൻ, നിങ്ങളുടെ കൂട്ടുകാരൻ ഭ്രാന്തനല്ല. നബിയെ ഭ്രാന്തനാണെന്ന് അവർ വിളിച്ചപ്പോൾ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന, നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ കുടുംബത്തിലും ജനിച്ച ഒരാൾക്ക് ഭ്രാന്തുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഭ്രാന്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആരോപണം പറയണം. കാരണം നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നവരാണെന്ന്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ പ്രവാചകന്മാർ അവർക്കിടയിൽ രാപ്പകലുകൾ ജീവിച്ചിട്ടും അവരെക്കുറിച്ചൊരു ആരോപണം, അവരെക്കുറിച്ചൊരു സ്വഭാവദൂഷ്യം, ഒരു തെറ്റ്, ഒരു തകരാറ് ചൂണ്ടിക്കാണിക്കാൻ ആ നാട്ടുകാർക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. ഇത് മനുഷ്യന്മാരായി ലോകത്ത് വന്ന പ്രവാചകന്മാരുടെ ജീവിതത്തിൽ, പ്രവാചകത്വത്തിന് മുമ്പോ ശേഷോ അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത എന്തോ അത്രമാത്രം സത്യസന്ധന്മാരും വ്യക്തിത്വമുള്ളവരും പാപരഹിതരുമായിട്ടുള്ള, അതുകൊണ്ടാണ് അവരെ നിരുപാധികമായി പിൻപറ്റാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ, മദീനയിലേക്ക് നിയോഗിക്കപ്പെട്ട ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രത്യേകിച്ചും സൂറത്ത് ഹൂദിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഈ എത്രമാത്രം അത്ഭുതകരമായിട്ടുള്ള ഗുണപാഠങ്ങളാണ് അവിടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, വ്യക്തിത്വം തന്നെയാണ്. ഷുഐബ് നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിന്റെ ജനത ചോദിക്കുന്നുണ്ട്, കാലൂ യാ ഷുഐബു അസ്സലാതുക തഅമുറുക അൻ നത്റുക മാ യഅബുദു ആബാഉനാ ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ. നിന്റെ നിസ്കാരമാണോ ഷുഐബെ നിന്നോട് കൽപ്പിക്കുന്നത് ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ പറ്റൂല എന്നും ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചതിനെ ഉപേക്ഷിക്കണമെന്നൊക്കെ ഞങ്ങളെ പറയാൻ പ്രേരിപ്പിക്കുന്നതിന്റെ നിസ്കാരമാണോ എന്നാണ്. ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ നമസ്കാരം അവരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. കാരണം വളരെ ചിട്ടയോടുകൂടെ ഒരു നിസ്കരിക്കുന്ന ഒരാള് ഒരു അത്ഭുതം തന്നെയല്ലേ സുഹൃത്തുക്കളെ. മനുഷ്യന് എന്തൊക്കെ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാം, അപ്പോഴൊക്കെ ആ നമസ്കാരം കണിശമായി നിർവഹിക്കും. ഫ്ലൈറ്റിൽ നിന്ന് നിസ്കരിക്കുന്നു, ഷിപ്പിൽ നിന്ന് നിസ്കരിക്കുന്നു, നടു റോട്ടിൽ നിന്ന് നിസ്കരിക്കുന്നു. എവിടെയാണോ നമസ്കാരത്തിന്റെ സമയമായത് അവിടെ ഒരു വൃത്തിയുള്ള സ്ഥലം നോക്കി നമസ്കരിക്കുന്ന ഒരു ചിട്ടാന്ന് പറഞ്ഞാൽ നിസ്കാരം ഒരു അത്ഭുതമല്ലേ. നമ്മുടെയൊക്കെ ദീനിന്റെ തോത് നിർണയിക്കുന്നത് എന്താ നിങ്ങൾ? നിസ്കാരമാണ്. നിസ്കാരത്തിനുള്ള കണിശതയും ശ്രദ്ധയുമാണ് നമ്മുടെ ദീനിന്റെ ഒരു നിലവാരം അളക്കാൻ പറ്റുന്ന അളവുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം. അത് എത്രമാത്രം ഭക്തിയോടെ നിർവഹിക്കും. അപ്പൊ നിസ്കാരമാണോ നിന്നെ അതിനെ പ്രേരിപ്പിക്കുന്നതെന്നാണ്. അദ്ദേഹത്തിന്റെ ആ സൽ സ്വഭാവങ്ങളെക്കുറിച്ചും ചിട്ടയെക്കുറിച്ചും ഒരഭിപ്രായ വ്യത്യാസം പറയാൻ അവർക്കു തന്നെ പറ്റിയില്ല എന്നാണ്. ഈ ഷുഐബ് നബിയെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേര് ഖതീബുൽ അംബിയ എന്നാണ്. പ്രവാചകന്മാരിലെ വാഗ്മി, പ്രസംഗകൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ വാക്ക് വൈഭവവും യുക്തിബോധവും ഒക്കെ അപാരമായിരുന്നു എന്നാണ്. അദ്ദേഹത്തോട് അവർ ചോദിക്കുന്നുണ്ട്, പിന്നെ നിന്നെ എറിഞ്ഞു കൊല്ലാൻ ഞങ്ങൾക്ക് പറ്റും. ജനങ്ങളെല്ലാവരും പാടെ കൂടിയപ്പോൾ ഒരു പ്രവാചകനെ കൊല്ലുക എന്നുള്ളത് അവർക്ക് പ്രയാസമല്ലോ. പക്ഷേ വലൗല റഹ്തുക്ക, നിന്റെ കുടുംബക്കാരും നിന്റെ നാട്ടുകാരായ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ അവരുടെയൊക്കെ ഒരു ബന്ധു എന്ന നിലക്ക്, ഒരു നാട്ടുകാരെന്ന നിലക്ക് നിന്നെ ചെയ്യാനുള്ള ഒരു പ്രയാസം കൊണ്ടാണ്. അപ്പൊ ഷുഐബ് നബിയോട് മറുപടി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്റെ കുടുംബങ്ങളും എന്റെ നാട്ടുകാരും ഒക്കെ ആണോ? അള്ളാഹുവിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ളത് അവരെയൊക്കെയാണോ എന്നാണ്. ഖാലൂ യാ ശുഐബ് മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖുൽ, നീ പറയണതൊന്നും അധികവും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് പറയാണ് വലൗലാ റഹ്തുക ലറജംനാക്, നിന്റെ കുടുംബങ്ങളും ബന്ധുക്കളൊന്നും ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുമായിരുന്നു. അദ്ദേഹം പറയുന്ന മറുപടി, യാ ഖൗമി അറഹ്തി അഅസ്സു അലൈക്കും മിനല്ലാഹ്, അല്ലാഹുവിനേക്കാളും നിങ്ങൾക്ക് പ്രശ്നം, നിങ്ങൾക്ക് ഏറ്റവും വലുതായി തോന്നുന്നത് എന്റെ കുടുംബങ്ങളാണോ എന്നാണ്. വത്തഖദതുമൂഹും വറാഅക്കും സിഹ്രിയ, നിങ്ങൾ അല്ലാഹുവിനെ പുറകിലേക്ക് വലിച്ചെറിയുന്നു. ഇന്ന റബ്ബി ബിമാ തഅമലൂന മുഹീത്, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം എന്റെ റബ്ബ് അറിയും എന്നാണ് പറയുന്നത്. എന്താണ് ഷുഐബ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വായിക്കുമ്പോൾ ഖുർആൻ നമുക്ക് മനസ്സിലാവും. ഒന്ന്, എന്തൊക്കെ പ്രശ്നങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ എല്ലാ തിന്മകളോടും പ്രതികരിച്ചവരാണ് പ്രവാചകന്മാരാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾ ഏറ്റവും അധികം പ്രതികരിക്കേണ്ടത് ഇതിനോടാണ്. നാട്ടിൽ ഇനി ലഹരി വ്യാപിച്ചാലും, വ്യഭിചാരം വ്യാപിച്ചാലും, കൊലപാതകം വ്യാപിച്ചാലും,
ഏറ്റവും ഒന്നാമതായി പ്രതികരിക്കേണ്ട വിഷയം തൗഹീദാണെന്നാണ്. അതെല്ലാ പ്രവാചകന്മാരെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും ഒരു വ്യക്തിയിലോ സമൂഹത്തിലോ ഉണ്ടാവാൻ പറ്റൂല എന്നാണ്. വഇലാ മദിയന അഖാഹും ശുഐബ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നിങ്ങൾ അല്ലാഹുവല്ലാത്ത ഒരാളെ നിങ്ങൾ ആരാധിക്കരുത്. എനിക്ക് വ്യക്തമായ തെളിവും അറിവും കിട്ടിയ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നാണ്. ശിർക്ക് അത്രമാത്രം പാപകരമാണ്. എല്ലാ നന്മകളെയും ഇല്ലാതാക്കുന്നതാണ്. തെറ്റുകൾക്കെല്ലാം സമൂഹത്തിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ശുഐബ് നബി പ്രതികരിച്ച ഏറ്റവും മാരകമായ ഒരു തെറ്റാണ് നിങ്ങൾ അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും എന്നോടും എനിക്ക് ചോദിക്കാനുള്ളത്, സുഹൃത്തുക്കളെ, നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഇടപാടുകളിൽ നമ്മൾ അനിസ്ലാമികത കടന്നു വരരുത്. ഒരു പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയോ കച്ചവടക്കാരുടെ കച്ചവടം പൂട്ടിപ്പോയത് എന്താ അറിയും? അവരിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്ത ആളുകൾ അത് കൊടുക്കാതിരിക്കാൻ. ഞാൻ പറഞ്ഞത്, ഈ കച്ചവട രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മരിക്കുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യം മറ്റുള്ളവർക്കൊന്നും കൊടുക്കരുത്. ഇന്നത്തെ കണക്ക് നമ്മൾ ഇന്ന് ക്ലോസ് ചെയ്യണം. നമ്മൾ മറ്റുള്ളവരെത്തുന്ന ഹോൾസെയിലായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ അതിൻ്റെ പണം നമ്മൾ തിരിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു, ചില കച്ചവടക്കാരൊക്കെ വന്ന് സങ്കടം പറയാറുണ്ട്. 25 ലക്ഷം 40 ലക്ഷമൊക്കെ ആളുകൾ സാധനം വാങ്ങിക്കൊണ്ടുപോയത് ഹോൾസെയിലായിട്ട് തിരിച്ചു കൊടുക്കുക. ഇതൊക്കെ എന്നാ കൊടുക്കുക സുഹൃത്തുക്കളെ? ഇതൊക്കെ എന്നാ കൊടുക്കുക? നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുക, ഒരാൾക്ക് നിന്ന് നമ്മൾ വാങ്ങുന്നതിനനുസരിച്ച് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാതിരിക്കുക, കൊടുത്ത പണത്തിന് സാധനം കൊടുക്കാതിരിക്കുക. ഇതാണ് കുറക്കുക എന്ന് പറഞ്ഞാൽ. വാങ്ങിയതിന് പൈസ കൊടുക്കാതിരിക്കുക, പിന്നെ പൈസ കൊടുത്തതിന് സാധനം കൊടുക്കാതിരിക്കുക. രണ്ടായാലും പ്രശ്നം തന്നെയല്ലേ? ഇതിനെക്കുറിച്ച് അവരെ ഉത്ബോധിപ്പിക്കുമ്പോൾ പറയുമ്പോൾ എത്ര വലിയൊരു മോഷണമാണതെന്ന്. അതായത് ഒരു കിലോ വാങ്ങിയ ഒരാൾക്ക് 950 ഗ്രാം കൊടുത്താൽ 50 ഗ്രാം നമ്മൾ മോഷ്ടിച്ചു എന്നാണ്. അത് നിർബന്ധിച്ച് മോഷ്ടിച്ചാലും കാണാതെ മോഷ്ടിച്ചാലും ഈ കട്ട പൈസയ്ക്ക് എവിടെയാണ് സഹോദരങ്ങളെ നമ്മളെ കൊണ്ടെത്തിക്കുക എന്ന് നമ്മൾ ആലോചിക്കണം. ഫൗഫുൽ കൈല വൽ മീസാൻ, അളത്തത്തിലും തൂക്കത്തിലും നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണം എന്നാണ്. ഇത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? വലാ തുഫ്സിദൂ ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ ഈ ആളുകൾക്ക് ഹക്കും ബാത്തിലും നോക്കാതെയുള്ള സുഖജീവിതത്തിലുള്ള മനുഷ്യന്റെ ആസക്തി ഉണ്ടല്ലോ. അതായത് ജീവിച്ചു പോകാനുള്ള വരുമാനം കിട്ടണം നല്ല ആളുകൾക്ക്, മുതലാളിയാണെന്നാണ്. ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും ഫ്രാഞ്ചൈസികൾ ഉണ്ടാക്കിയിട്ട് അവിടെയൊക്കെ നമുക്ക് കച്ചവട സ്ഥാപനങ്ങളുണ്ട്. മുതലാളിയാണെന്നാണ്. ജീവിച്ചു പോകാനുള്ള വരുമാനത്തെ കുറിച്ച് അവനവന് കിട്ടുന്ന ഒരു കച്ചവട സ്ഥാപനമാണെങ്കിൽ അത് മര്യാദക്ക് നടത്തി ഹലാലായ വരുമാനം കൊണ്ട് ജീവിക്കണം എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് പലപ്പോഴും ആളുകളുടെ മനസ്സുകൾ എത്തുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കുക. അളത്തത്തിലും തൂക്കത്തിലും സമൂഹം മൊത്തം കൃത്രിമം കാണിച്ചാൽ എന്തായിരിക്കും? ഓരോരുത്തരും നമ്മൾ ഒരാളെ പറ്റിക്കും, വേറൊരാളെ നമ്മളെ പറ്റിക്കും. അതാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്യരുതേ എന്നാണ് അദ്ദേഹം അവരോട് ഉപദേശിച്ച കാര്യം. ഈ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാം, അത് കുറവ് വരുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും ഒരു മോഷണം നടത്താന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. അത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റൂല. പലപ്പോഴും നമ്മൾ തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ പറ്റിച്ച ആയിരക്കണക്കിന് കസ്റ്റമേഴ്സിന് എന്നാണ് സുഹൃത്തുക്കളെ നമുക്കിത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുക. മറ്റൊരു കാര്യം അവരെ അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത്, ഈ കൃത്രിമത്വങ്ങളൊക്കെ കാണിച്ച് സാമ്പത്തിക അഴിമതി നടത്തുന്ന ആളുകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം എന്താ അറിയോ? വഇലാ മദിയന അഖാഹും ശുഐബ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ ഇന്നി അറാക്കും ബിഖൈർ. ഇന്നി അറാക്കും ബിഖൈർ എന്താ അറിയോ? നിങ്ങൾക്ക് കുറെ ഹൈറുള്ളത് ഞാൻ കാണുന്നു. ഇത് കാറുണ്ട്, സൗകര്യമുണ്ട്, വീടുണ്ട്, നല്ല മക്കളുണ്ട്, ഒക്കെ ഉണ്ട്. നിങ്ങൾ ഈ കൃത്രിമം കാണിച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതാ ഒന്നാമത്തെ താക്കി. ഈ മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കണ പണവും കൃത്രിമത്വം ഇതുകൊണ്ടൊന്നും നിങ്ങൾ ഒരിക്കലും മെച്ചപ്പെട്ടു പോവില്ല. സുഹൃത്തുക്കളെ, എത്ര നല്ല വരുമാനവും ശമ്പളമൊക്കെ ഉള്ള ആൾക്കാർ ഒന്നും കുരുത്തം പിടിക്കാതെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ജിൻസുൽ അമലാണ് ശിക്ഷ കിട്ടുക. മറ്റുള്ളവനത് കുറച്ചാൽ അല്ല നമ്മളത് കുറക്കും. മറ്റുള്ളവൻ്റെത് കട്ടാൽ മറ്റുള്ളവർ നമ്മുടേത് മോഷ്ടിക്കും. മറ്റുള്ളവരെ നാം ദ്രോഹിച്ചാൽ അവരാൽ നാം ദ്രോഹിക്കപ്പെടും. അതാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്.
തിരിച്ചു കിട്ടുന്ന അന്നേക്കാണ്. വഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ മുഹീത്ത്. നിങ്ങളെ വലയം ചെയ്യുന്ന ഒരു ദിവസത്തെ ശിക്ഷയെ ഞാൻ എന്ത് ചെയ്യുന്നു, ഭയപ്പെടുന്നു എന്നാണ്. പിന്നൊന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ അളത്തത്തിലും തൂക്കത്തിലും ഒന്നും കൃത്രിമം കാണിക്കരുത്. എന്തുകൊണ്ടറിയോ? ഇൻ കുൻതും മുഅ്മിനീൻ വമാ അനാ അലൈക്കും ബിഹഫീള്. നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ പറയുന്നത് നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ ശരിക്കും ഈ വിശ്വാസമുള്ള ആൾക്കാരാണ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, സ്വർഗത്തിൽ വിശ്വസിക്കുന്നു, നരകത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു വിശ്വാസം മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് പ്രവർത്തനത്തിൽ കാണണ്ടേ? അതാണ് ശുഐബിന് അത് പ്രവർത്തനത്തിൽ കാണണ്ടേ? നിങ്ങൾ സത്യസന്ധനാണെന്ന് പറയുന്നു, നിങ്ങൾ വിശ്വസ്തനാണെന്ന് പറയുന്നു, പരലോകത്ത് ഓരോ ദീനാറിനും ചോദ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഓരോ തിന്മക്കും നാളെ പരലോകത്ത് ശിക്ഷ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇൻ കുൻതും മുഅ്മിനീൻ. ഈമാൻ ഉണ്ടെങ്കിൽ ഉള്ളിലുള്ള ഈമാൻ നിങ്ങളുടെ പ്രവർത്തനത്തിൽ പ്രകടമാകേണ്ടതില്ലേ എന്നാണ് അദ്ദേഹം അവരോട് ചോദിക്കുന്നത്. നമ്മളൊക്കെ ചിന്തിക്കുക സുഹൃത്തുക്കളെ, എങ്ങനെയാണ് നമുക്ക് അങ്ങനെ പറ്റുകയെന്ന് ആലോചിക്കുക. നമ്മൾ അള്ളാഹുവിലും സ്വർഗത്തിലും നരകത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നാണ്. അദ്ദേഹം പരസ്യമായി രാവും പകലും അദ്ദേഹത്തെ കാണുന്ന ജനങ്ങളോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇത് വിശ്വാസികളെന്ന് പറയുന്ന നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾക്കെതിരായിക്കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ എന്നാണ്. അതൊരു ചോദ്യമല്ലേ സുഹൃത്തുക്കൾ? ഒരു മുസ്ലിമിന് ചോദിക്കാൻ പറ്റേണ്ട ഒരു ചോദ്യമാണത്. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണോ അത് പാലിച്ചു കൊണ്ടിടക്കുന്ന ആളാണ് ഞാൻ. ഇത് നമുക്ക് നമ്മളെ കൂടെ ജീവിക്കുന്ന ഭാര്യയോട് പറയാൻ പറ്റണം, കുട്ടികളോട് പറയാൻ പറ്റണം, നാട്ടുകാരോട് പറയാൻ പറ്റണം. നീ എന്തിൻ്റെ ആളാ? നീ ഇസ്ലാമിൻ്റെ ആളാ. നമ്മൾ ഇസ്ലാമിൻ്റെ ആളുകളാണെങ്കിൽ, ആ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇസ്ലാം പറയുന്നതിനനുസരിച്ച് ജീവിക്കണം. വമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാ മാ അൻഹാക്കും അൻഹു. നിങ്ങളോട് എന്തൊരു കാര്യം ഞാൻ വിരോധിക്കുന്നുണ്ടോ അതിനെതിരെ ഞാൻ പ്രവർത്തിക്കുന്നില്ലല്ലോ. ഇത് ആളുകളെ മുഖത്ത് നോക്കി ചോദിക്കണമെങ്കിൽ ജീവിതം പച്ച പകൽ കാണുന്ന ആളുകളോട് നിങ്ങളോട് പറയണേന് ഞാൻ എതിര് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ സുഹൃത്തുക്കളെ അതിന് എന്തൊരു ആർജവത്വം വേണം. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. അതുകൊണ്ട് ആൾക്കാരെന്താ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പേച്ചൽ പള്ളിക്കെന്ന് നീക്കലില്ല, ഒറ്റ വക്തും നിസ്കാരം ഒഴിവാക്കൂല, വല്ല ഇസ്ലാമിന്റെ ചിഹ്നമൊക്കെ വെച്ചാൽ നടക്കുന്നത്. എന്താ ആൾക്കാരെ നമ്മോട് പറയാൻ കാരണം? ഇതൊക്കെ സത്യസന്ധമാണെങ്കിൽ ബാക്കിയുള്ളതിലും കൂടി അത് കാണണ്ടേന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ മാതൃകാ പുരുഷന്മാരായത്. അവരുടെ ജീവിതത്തിൽ അവർ പറയുന്ന കാര്യങ്ങളെ അവർ പാലിച്ച് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ. മാത്രമല്ല, ഈ പ്രവാചകന്മാരുടെയും പ്രബോധകന്മാരുടെയൊക്കെ സാന്നിധ്യമുണ്ടല്ലോ, അത് സത്യത്തിൽ നാടിനൊരാവശ്യമാണ്. അല്ലെങ്കിൽ നാട്ടിൽ നന്മ ഉണ്ടാവില്ല. ഈ പ്രബോധന പ്രവർത്തനങ്ങളും പ്രവാചകന്മാരും ഒന്നുമില്ലെങ്കിൽ നാടൊക്കെ എന്നോ നശിച്ചു പോയിട്ടുണ്ടാവുന്ന. അതിങ്ങനെ തിന്മയിലേക്ക് പോകുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു ഘടകം ഇവിടെ സ്ഥിരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് ശേഷം പ്രവാചകന്മാരിങ്ങനെ വന്നുകൊണ്ടിരുന്നതെന്നാണ്. കാലയാ കൗമി അറായിത്തും ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിൻ റബ്ബി വറസഖനി മിൻഹു റിസ്ഖൻ ഹസന വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു ഇൻ ഉരീദു ഇല്ലൽ ലിസ്ലാഹ മസ്തതാത്. ഞാൻ എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ നടക്കണ്ട, നിങ്ങൾ എന്നെ ആക്രമിക്കാൻ നടക്കണ്ട. ഇന്റെ പണി എന്താ വെച്ചാൽ ഇന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഈ നാട്ടിൽ നന്മയുണ്ടാക്കുക, ഈ നാട്ടിലെ തിന്മകളെ തിരുത്തുക, അതാണ് എന്റെ പണി എന്നാണ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാ. ഇത് ഇന്നെക്കൊണ്ട് സ്വന്തം കഴിയുന്ന കാര്യമല്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ എന്റേതാണെന്ന് അവകാശപ്പെടുന്നില്ല. നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം ഉണ്ടായാൽ അതിന്റെ കഴിവാണെന്ന് വിചാരിക്കേണ്ട സുഹൃത്ത്, അത് അള്ളാഹു കൊടുന്നതിനൊരു കാര്യം, അത് അള്ളാഹുവിന്റെ സഹായമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അവനിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്നാ പറയുന്നത്. മറ്റൊരു പ്രയോഗം നമുക്കിതിൽ കാണാൻ പറ്റും. ബഖിയ്യത്തുല്ലാഹി ഖൈർ. ശുഐബ് നബിയെ പറ്റി പറയപ്പെടാം ബഖിയ്യത്തുല്ലാഹി ഖൈർ. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു പോലെ എന്താ ബഖിയ്യത്തുല്ലാഹി ഖൈർ എന്നാണ്? അള്ളാഹു ശേഷിപ്പിച്ച് തരുന്നതാണ് ഖൈർ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ വാരിക്കൂട്ടി ആർത്തി പിടിച്ച് ഓടിച്ചാടി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. വളരെ കൃത്യമായി ഹലാലായി എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാൻ യോഗ്യമായിട്ടുള്ളത് എന്താണോ അത് മാത്രമേ നമ്മളെടുത്ത് നിൽക്കുള്ളൂ, നമുക്ക് ഉപകാരപ്പെടുള്ളൂ.
ഇത് അളത്തത്തിലും തൂക്കത്തിലും യാതൊരു കൺട്രോളും ഇല്ലാതെ ജീവിച്ച ആളുകളോട് ശുഐബ് നബി പറയുന്ന ഏറ്റവും ചിന്തോദ്ദീപകമായിട്ടുള്ള ഉത്ബോധനങ്ങളാണ്. അതിൽ അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗമാണ് ബഖിയ്യത്തുല്ലാഹി ഖൈർ. അല്ല തന്നതേ ബാക്കിയാവുകയുള്ളൂ. വെറുതൊന്ന് ജീവിച്ച കാലം വെച്ച് ആലോചിച്ചാൽ മതി. ഓടിപ്പിടിച്ചത് വല്ലതും കയ്യിലുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. ഉണ്ടാകുന്നുള്ള നിങ്ങൾ വളരെ കൃത്യമായി ഇടപാടുകളും ഹക്കുമൊക്കെ തീർത്തിട്ട് കയ്യിൽ കിട്ടുന്ന 10 രൂപ ഉണ്ടല്ലോ, അതിന് സുഹൃത്തുക്കളെ കോടികളുടെ മൂല്യം ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല, മറ്റൊരു വലിയ സന്ദേശം അദ്ദേഹം പറയുന്നു. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. എന്നാൽ മുസ്ലിങ്ങളിൽ ന്യൂനപക്ഷമായ നാടുകളിൽ ജീവിക്കുമ്പോൾ അവിടെ എന്താ അറിയോ, സുരക്ഷിതത്തിനും ദീനിനും ഒക്കെ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനത്തെ സ്ഥലത്ത് എന്താ വെച്ചാൽ നമ്മളെ സഹായിക്കാനും പിന്തുണക്കാനും പറ്റുന്ന മറ്റാളുകളുമായി ചേർന്ന് ഒരു ജനാധിപത്യ രൂപത്തിൽ, ജുംഹൂരിയത്ത് എന്നാണ് ഇമാം നാസിർ സാദി ഉപയോഗിച്ചത്, ജുംഹൂരിയത്തായിട്ട് നമ്മൾ ഒന്നിച്ചു നിന്നൊരു ശക്തിയായി നിൽക്കാൻ അത് ഇസ്ലാമികമായി വിരോധമല്ല എന്നാണ്. കാരണം ദീനിന്റെയും വ്യക്തിയുടെയും നിലനിൽപ്പിന് അത് ആവശ്യമാണ്. അതിന് അദ്ദേഹം തെളിവായി പറഞ്ഞ എന്താ അറിയോ, അതായത് വലഉലാറഹ്തുക, നിന്റെ കുടുംബക്കാരില്ലെങ്കിലാണ്. അപ്പോ ശുഐബ് നബിനെ ഒറ്റക്ക് വകവരുത്താൻ അവർക്ക് വലിയ പണിയൊന്നുമില്ല. പക്ഷെ ശുഐബ് നബിന്റെ കുടുംബങ്ങൾ ഒരു ശക്തിയായി കൂടെ ഉണ്ടാവുമ്പോൾ അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ അവർ എറിഞ്ഞു കൊല്ലാതിരുന്നത്. മറ്റുള്ളവരുടെ സഹായങ്ങൾ നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവരോടൊപ്പം കൂട്ടുചേർന്ന് നിലനിൽക്കുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നു എന്നാണ്. പക്ഷെ എങ്ങനെയൊക്കെ ഉത്ബോധിപ്പിച്ചിട്ടും ഒക്കെ കേട്ടു പോവുക എന്നല്ലാതെ അവരിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹം നിരാശപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ മാത്രം അവർ ആ നന്മയെ നിരാകരിച്ചു. അപ്പോൾ അള്ളാഹു ശിക്ഷ ഇറക്കി. എന്തൊക്കെ ശിക്ഷകളാണ് അവർക്ക് കൊടുത്തതെന്ന് ഖുർആൻ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ. ഒന്ന് സ്വൈഹത്താണ്, ഘോര ശബ്ദം. മറ്റൊന്ന് ലുല്ലത്ത് എന്ന് പറഞ്ഞാൽ ആകാശത്ത് ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഒരു തണൽ വരിക എന്നിങ്ങനെ തോന്നി. പിന്നെ തീയാണ് പെയ്തിറങ്ങിയത്. അവരവരുടെ പുരയിടങ്ങളിൽ ജാസിമീൻ, മരിച്ച് കമഴ്ന്നു കിടക്കുന്നവരായിരുന്നു. അള്ളാഹു കുറേ താക്കീതുകൾ നൽകും. അവസാനം ആ താക്കീതുകൾ ഫലപ്പെടാതെ വരുമ്പോൾ അള്ളാഹു ഇടപെടും. ഇതാണ് പൂർവിക സമുദായങ്ങളിൽ സംഭവിച്ചത്. പ്രവാചകന്മാരുടെ ജനങ്ങൾക്ക് വന്ന ശിക്ഷ ഖുർആൻ പറഞ്ഞു തരുന്നത് നമുക്കും ഒരു താക്കീതാണ്. എത്ര ഉത്ബോധനങ്ങൾ കേട്ടു, എന്തെല്ലാം നമുക്ക് മനസ്സിലായി, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അത് പ്രചോദനമായോ എന്ന ആത്മപരിശോധന നമ്മൾ നടത്തണം. പ്രവാചക ചരിത്രങ്ങളിലൂടെ നല്ല മാതൃകകൾ സ്വീകരിച്ച് ഉത്ബുദ്ധരായി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത പ്രബോധനങ്ങളുടെ ആ വാചകങ്ങൾക്കിടയിൽ നമ്മൾ കാണുന്ന മറ്റൊരു വചനമാണ് വസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി. നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുക, പശ്ചാത്തപിച്ച് മടങ്ങുക. ഒരു വിശ്വാസിയിൽ നിരന്തരമായി ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് സുഹൃത്തുക്കൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു പോയി നമ്മളെ മനസ്സിലേക്ക് വരും. തൗബ ചെയ്യുക. എന്താ തൗബ ചെയ്താലുള്ള ഫലം? ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. എൻ്റെ റബ്ബ് കരുണാനിധിയും അങ്ങേയറ്റം സ്നേഹിക്കുന്നവനുമാണ്. വദൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് നമ്മളെ സ്നേഹിക്കും, നമ്മൾ അള്ളാഹുവിനെയും സ്നേഹിക്കും. അള്ളാഹു എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്നവനാണ്. അള്ളാഹു എല്ലാവരെയും സ്നേഹിക്കുന്നവനുമാണ്. അള്ളാഹു എങ്ങനെ സ്നേഹം കിട്ടുക? പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് പാപരഹിതമായി ജീവിക്കുമ്പോഴാണ് അള്ളാഹിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ കരുണയും നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് കരുണ വേണ്ടേ സുഹൃത്തുക്കളെ? നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് വേണ്ടി. ആ കാരുണ്യത്തിന് പശ്ചാത്താപമാണ് ഒരു വഴി, പാപരഹിതമായ ജീവിതമാണ് മറ്റൊരു വഴി. പാപങ്ങളില്ലാതെ ജീവിച്ച് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പ് തരുന്ന റഹ്മാൻ. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ നമ്മുടെ സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുന്നു റഹ്മാൻ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കുളിർമ പ്രദാനം ചെയ്യണം റഹ്മാൻ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين.